ജോസഫ് ആന്റണി, ഇവിടെ നമുക്കറിയാം അമേരിക്കയുമായുള്ള നമ്മുടെ ബന്ധം എന്നുള്ളത് വളരെ ഊഷ്മളമാണ് എന്ന് നമ്മൾ കരുതുന്നൊരു പശ്ചാത്തലമുണ്ട്. ഏറ്റവും ഒടുവിൽ മോദി ചെന്നപ്പോഴും അത്ര വലിയ സ്വീകരണം അവിടെ ലഭിക്കുകയും ഭായി ഭായി എന്ന് പരസ്പരം സംബോധന ചെയ്യുകയും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് മോദി പറയുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലമുണ്ട്. പക്ഷെ അതിനെയും ഇപ്പോൾ അമേരിക്ക അനധികൃത കുടിയേറ്റക്കാരെ ബന്ധപ്പെട്ട് അവർ സ്വീകരിക്കുന്ന നയത്തെയും തമ്മിൽ കൂട്ടിയോജിപ്പിക്കണോ? അങ്ങനെയാണല്ലോ ഇപ്പോൾ കോൺഗ്രസ് അടക്കം ഇന്ന് ദേശീയതലത്തിൽ വിമർശിച്ചത്. നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഇന്ത്യ അമേരിക്ക ബന്ധത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ. ഒന്ന്, ഇന്ത്യ ഒരു വലിയ സാമ്പത്തിക ശക്തിയായി മാറി എന്ന യാഥാർത്ഥ്യമാണ് ഒന്നാമത്തെ കാര്യം. ഇപ്പം നമുക്കറിയാം 5ാമത്തെ സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യ ഒരു വലിയ സാമ്പത്തിക ശക്തിയാകുമ്പോൾ ആ സാമ്പത്തിക ശക്തിയുമായി സഹകരിച്ചുകൊണ്ട് വ്യാപാരങ്ങളിലും വ്യവസായങ്ങളിലും വാണിജ്യങ്ങളിലും നമുക്ക് അങ്ങോട്ട് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാം. അവരുടെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇവിടെ വരും. അങ്ങനെയൊക്കെയുള്ള ലാഭം കൊയ്യാനുള്ള അവസരം രണ്ട് രാജ്യങ്ങൾക്കുമുണ്ട്, പ്രത്യേകിച്ച് അമേരിക്കയ്ക്കുണ്ട് എന്ന ഒരു സാമ്പത്തിക മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തമായ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് ചൈനയാണ്. ഈ ചൈന എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയുടെ അതിർത്തി കിടക്കുന്ന രാജ്യമാണ്. ഇന്ത്യയും ചൈനയും തമ്മിൽ ശത്രുതയുണ്ട്. ചൈന അമേരിക്കയുടെ മേധാവിത്വത്തെ വെല്ലുവിളിക്കുന്ന രാജ്യമാണ്. എന്നാൽ അമേരിക്കയ്ക്ക് ചൈനയെ ഇപ്പോൾ ഒറ്റയ്ക്ക് നേരിടാൻ കഴിയില്ല. അതുകൊണ്ട് ചൈനയുടെ അതിർത്തിയിലുള്ള ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ, സൗത്ത് കൊറിയ പോലെയുള്ള രാജ്യങ്ങളുടെ പിന്തുണയോട് കൂടിയിട്ട് ചൈനയെ തടയുക എന്നുള്ളൊരു തന്ത്രപരമായ ഒരു ലക്ഷ്യത്തിൻ്റെ ഭാഗം കൂടിയിട്ടാണ് ഈ ഇന്ത്യ അമേരിക്ക ബന്ധം ഇത്രത്തോളം ഊഷ്മളമായത്. ആ ഊഷ്മളത എന്ന് പറയുന്ന പുറമേക്ക് മാത്രമേ ഉള്ളൂ. അടിസ്ഥാനപരമായി നമുക്ക് പലപ്പോഴും അത് അനുഭവപ്പെടുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ട്രംപ് വന്നതിന് ശേഷം നമ്മൾ കാണുന്നത്. ട്രംപിൻ്റെ വേറൊരു പ്രത്യേകത നമുക്കറിയാം. ഈ ബിൽ ക്ലിൻ്റൺ മുതലാണ് നമ്മൾ ഈ 2000 മുതലാണ് നമ്മുടെ ബന്ധങ്ങൾ നമ്മൾ ശക്തിപ്പെടുത്താൻ തുടങ്ങി. ബിൽ ക്ലിൻ്റൺ, ജോർജ് ഡബ്ല്യു ബുഷ്, ഒബാമ, അതിനുശേഷം ബൈഡൻ, ഇവരുടെയൊക്കെ കാലത്ത് നമ്മൾ തരക്കേടില്ലാത്ത തരത്തിൽ നമ്മുടെ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തിയെങ്കിൽ ട്രംപ് വന്നതിന് ശേഷമാണ് നമുക്കറിയാം ട്രംപിനെ നമ്മൾ പറയുന്നത് ട്രാൻസാക്ഷനിസ്റ്റ് പ്രസിഡന്റ്, കച്ചവടക്കാരനായ പ്രസിഡന്റ്. കച്ചവടത്തിൽ എന്താണുള്ളത് സാധാരണഗതിയിൽ? ഈ കച്ചവടം ചെയ്യുന്ന ആളിന് ലാഭം ഉണ്ടാകണം, അത് മാത്രമേ ഉള്ളൂ. മറ്റുള്ള ആളിന് നഷ്ടമുണ്ടാകുന്നോ ഇല്ലയോ എന്നുള്ളത് കച്ചവടക്കാരനെ സംബന്ധിച്ച് വിഷയമല്ല. അപ്പോൾ അത്രമാത്രം ഒരു വളരെ ഒരു കണിശക്കാരനായിട്ടുള്ള ലാഭത്തിൽ മാത്രം താല്പര്യമുള്ള ഒരു പ്രസിഡന്റിൻ്റെ ഒരു വ്യക്തിയുടെ മനോഭാവമുള്ള ആളാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന പ്രസിഡന്റ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ പോലെയുള്ള ആൾ രണ്ടാമതും പ്രസിഡന്റ് ആകുമ്പോൾ രണ്ടാമത്തെ പ്രസിഡന്റ് പദവിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആദ്യത്തെ പ്രസിഡന്റ് പദവി അദ്ദേഹത്തിന് വാസ്തവത്തിൽ ശരിയായ തരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസിഡൻഷ്യൽ പവർ ഒന്നും ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. കാരണം വെച്ചാൽ അദ്ദേഹം അക്കാലത്ത് നിയമിച്ചിരുന്ന ആളുകൾ, അത് ഡിഫൻസ് സെക്രട്ടറി ആവട്ടെ, വിദേശകാര്യ സെക്രട്ടറി ആവട്ടെ, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസേഴ്സ് ആവട്ടെ, ഇവരെല്ലാം വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളായിരുന്നു. ഇദ്ദേഹം പല പ്രവർത്തനങ്ങളിലേക്ക് ചാടി പുറപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവർ തടയുകയും നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു സവിശേഷതയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അക്കാലത്ത് അദ്ദേഹത്തിൻ്റെ എല്ലാ പവറും ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ രണ്ടാമത് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം അപൂർവാധികം ശക്തിയോടുകൂടി ജനങ്ങളോട് പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത്, നമ്മുടെ രാജ്യത്ത് അനധികൃത കുടിയേറ്റക്കാർ ഇങ്ങനെ കിടക്കുകയാണ്. 1,10,00,000 അനധികൃത കുടിയേറ്റക്കാരുണ്ട്. ഇവരാണ് നമ്മുടെ ഈ സമ്പത്ത് കാർന്നു തിന്നുന്നവർ. ഇത് ടെർമൈറ്റ്സിലാണ്, ഈ നമ്മുടെ ഇതെല്ലാം ചൂഷണം ചെയ്യുന്നവരാണ്. അവരെ ഞാൻ ഒഴിപ്പിക്കും, പൂർണ്ണമായും മാസ്സായിട്ടുള്ള ഡിപ്പോർട്ടേഷൻ നടത്തും. ഒന്നാമത്തെ കാര്യം. രണ്ടെന്ന് പറയുന്നത്, അമേരിക്ക എന്ന് പറയുന്ന സമ്പദ് വ്യവസ്ഥയെ ഈ ചൈന ഉൾപ്പെടെ, ഇന്ത്യ ഉൾപ്പെടെ, യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ, മെക്സിക്കോയും കാനഡയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചൂഷണം ചെയ്യുകയാണ്. ചൂഷണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് വില കുറച്ച് കയറ്റി അയച്ചുകൊണ്ട്, എന്നാൽ അമേരിക്കയിൽ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങൾക്ക് വലിയ താരിഫുകൾ ചുമത്തിക്കൊണ്ട് നമ്മളെ ചൂഷണം ചെയ്ത് കൊഴുത്ത് തടിക്കുകയാണ് ഈ രാജ്യങ്ങൾ. അതുകൊണ്ട് അത് അവസാനിപ്പിക്കും. ഈ മറ്റ് രാജ്യങ്ങൾ കയറ്റി അയക്കുന്ന ഉൽപ്പന്നങ്ങൾക്കെല്ലാം അവരെത്രത്തോളം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചുങ്കം ഏർപ്പെടുത്തുന്നുവോ അത്രയും ചുങ്കം തന്നെ ഞാനും ഏർപ്പെടുത്തുമെന്ന് പറയുന്നത് ഈ രണ്ട് പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ വെച്ചുകൊണ്ടാണ് അദ്ദേഹം അധികാരത്തിൽ വന്നത്. ആ മുദ്രാവാക്യങ്ങൾ, അദ്ദേഹത്തിന്റെ നയങ്ങൾ ജനം അംഗീകരിച്ചുകൊണ്ടാണല്ലോ ട്രംപ് എന്ന ഭരണാധികാരി വീണ്ടും ഇവിടെ അധികാരത്തിൽ വരുന്നത്. പക്ഷേ എൻ്റെ ചോദ്യം സാർ, ഇവിടെ അങ്ങനെ ഈ ഊഷ്മളമായ ബന്ധവും ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴും അതിനെ ഇതുമായി കൂട്ടിക്കുഴയ്ക്കണോ? അവിടെ മോദിയുടെ പരാജയമെന്നും ഇന്ത്യയുടെ നയതന്ത്ര തലത്തിലുള്ള പരാജയമെന്നും വിശേഷിപ്പിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? കാരണം ട്രംപിനെ നേരത്തെ നമ്മുടെ ഒബാമയൊക്കെ ഈ പറഞ്ഞതുപോലെ, നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇൻക്ലൂസീവായ ഒരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഒരു ഭരണാധികാരി ആയിരുന്നു. കുറച്ചുകൂടി കാര്യങ്ങൾ ഉൾക്കൊള്ളണമെന്നുള്ള ചിന്തയൊക്കെയുള്ള. പക്ഷെ അതിനപ്പുറത്ത് ഇത്ര കടുംപിടുത്തക്കാരനായ ട്രംപിനെ മെരുക്കാൻ ഇന്ത്യക്ക് ആകാത്തത് നമ്മുടെ പരാജയമെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുമോ? പരാജയമെന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന സംഭവം നോക്കൂ.
ആദ്യം പിന്നെ ഈ സംഭവം, അതായത് നമ്മുടെ പിന്നെ ഇന്ത്യക്കാരായിട്ടുള്ള നമ്മളെ പൗരന്മാരാണ് അവർ. നമുക്ക് ഇവിടുത്തെ സാഹചര്യങ്ങൾ കൊണ്ടാണ് അവർ ആ രാജ്യത്തേക്ക് പോയത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ നമ്മുടെ പൗരന്മാരെ കയ്യാമം വെച്ചും കാൽച്ചങ്ങലയ്ക്ക് ബന്ധിച്ചും 41 മണിക്കൂർ നേരം, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളൊരു ബസ്സിലിരുന്ന് യാത്ര ചെയ്താൽ പോലും 2 മണിക്കൂർ 3 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ നടുവ് പെരുക്കുകയും നടുവ് നിവർത്തണം എന്നൊക്കെ തോന്നുകയും ചെയ്യും. എന്നാൽ ഈ സൈനിക വിമാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൈനിക വിമാനത്തിൻ്റെ വശങ്ങളിൽ ഘടിപ്പിച്ച ബെഞ്ചുകളിലാണ് അവരിയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ബെഞ്ചുകളിൽ ഈ കൈച്ചങ്ങലയും കാൽച്ചങ്ങലയും ഒക്കെ ഇട്ട് 41 മണിക്കൂർ നേരം അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും പോകാൻ അനുവദിക്കാതെ, ഭക്ഷണം കഴിക്കാൻ പോലും ഈ കൈ വിലങ്ങൾ അഴിക്കാതെ ഈ 41 മണിക്കൂർ നേരം കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്നപ്പോൾ ആദ്യം ചെയ്തത് എന്താണ്? ഇങ്ങനെ സംഭവം നടന്നിട്ടില്ല എന്ന് തമസ്കരിക്കാനാണ് ഇന്ത്യ ഗവൺമെന്റ് ശ്രമിച്ചത്. അത് പുറത്തു വന്നപ്പോൾ എന്താ ചെയ്തത്? ഈ 2009 1500 ചിലവൻ ആൾക്കാർ അയച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് അതിനെ ന്യായീകരിക്കാനാണ് ശ്രമിച്ചത്. അവസാനം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മുറിവിൽ പിന്നെ മുളക് വിതറുന്നത് പോലെ അമേരിക്കൻ ഗവൺമെന്റ് നമ്മുടെ ഈ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളെ കാൽച്ചങ്ങലയും കൈവിലങ്ങും അണിയിച്ച വീഡിയോ പുറത്തുവിട്ടു അമേരിക്കൻ പൗരന്മാരെ കാണാൻ വേണ്ടിയിട്ട്. എന്ന് പറഞ്ഞാൽ ഇത്രമാത്രം അപമാനകരമായ തരത്തിൽ നമ്മളെ ആക്ഷേപിച്ച ഒരു സാഹചര്യം അവിടെ നിൽക്കുന്നു. നമ്മൾ കാര്യം അതിൻ്റെ അമേരിക്കയുടെ തൊട്ടടുത്തുള്ള ദക്ഷിണ അമേരിക്കൻ രാജ്യമായ കൊളംബിയ എന്ന് പറയുന്നത് അമേരിക്കൻ ജനസംഖ്യയുടെ 1/3 മാത്രമുള്ള വെറും പിന്നെ ഉള്ളൊരു ജനസംഖ്യ ഉള്ള രാജ്യമാണ്. അതുപോലെ തന്നെ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന രാജ്യമാണ്. ആ രാജ്യം എന്താ ചെയ്തത്? അമേരിക്ക ഇത്തരം പൗരന്മാരെ ജനുവരി 26 അങ്ങോട്ടേക്ക് അയക്കുന്നു എന്ന് കാണുകയും അപ്പോൾ അനുവാദം കൊടുത്തു ആദ്യം അവർ. എന്നാൽ ഇവർ കാൽച്ചങ്ങലയും കൈവിലങ്ങും അണിഞ്ഞാണ് വരുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ അനുവാദം പിൻവലിച്ചു. ഇറങ്ങാൻ അനുവദിച്ചില്ലെന്ന് മാത്രമല്ല, അവർ പറഞ്ഞു ഞങ്ങളെ പൗരന്മാരെ ഇങ്ങനെ ഇറങ്ങാൻ ക്രിമിനലുകളെ, അതെങ്ങനെയാണ് പറഞ്ഞത്? ഗുസ്താവോ പെദ്രോ എന്ന് പറയുന്ന പ്രസിഡന്റ് പറഞ്ഞത് ഞങ്ങളുടെ പൗരന്മാരെ ഇങ്ങനെ ക്രിമിനലുകളെ പോലെ കൊണ്ടുവരാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല, ഞങ്ങൾ അനുവാദം നിഷേധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം വിമാനം അയച്ചു. അദ്ദേഹം കൊളംബിയ 2 വിമാനങ്ങൾ അയച്ച് ഈ ആളുകളെ അവരുടെ നാട്ടിൽ അന്തസ്സായിട്ട് കൊണ്ടുവരികയും അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരുന്നു. ഷാഹു പ്രസാദ്, അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരുന്നു. കാരണം